ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ഒരുപാട് ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി കോഴിക്കോട് പോവാണ്. ലാസ്റ്റ് ടൈം ഞാൻ കോഴിക്കോട് പോകുന്നത് 9th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴാണ്. അതും നമ്മുടെ 7 കേരള ബറ്റാലിയനിൽ നിന്ന് നാഷണൽ ക്യാമ്പിന് എനിക്ക് സെലക്ഷൻ കിട്ടി. അങ്ങനെയാണ് ഞാൻ കോഴിക്കോട് ഫസ്റ്റ് ടൈം പോകുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് മെമ്മറീസ് ഉണ്ട് കേട്ടോ. അവിടെ NCCയുടെ ക്യാമ്പ് ആയതുകൊണ്ട് തന്നെ നമ്മളെ ക്യാമ്പിൽ നിന്ന് പുറത്തോട്ട് വിടത്തതേ ഇല്ലായിരുന്നു. ആ ഒരു ഗ്രൗണ്ടിനകത്ത് തന്നെയായിരുന്നു ഞങ്ങളുടെ ജീവിതം. അന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ കോഴിക്കോടൊക്കെ ഒന്ന് കറങ്ങി നടന്ന് കാണണം എന്നൊക്കെ. പക്ഷെ അതൊരിക്കലും പോസിബിളായിട്ടുള്ളൊരു കാര്യമായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയത് ട്രെയിനിലായിരുന്നു. നമ്മുടെ കൂടെ നമ്മുടെ മേജർ ഉണ്ടായിരുന്നു. തിരിച്ചു വന്നതും അതുപോലെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കോഴിക്കോടൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. എനിക്കിന്ന് കോഴിക്കോട് കാണാൻ പറ്റുമല്ലോ. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നാഷണൽ ക്യാമ്പിനൊക്കെ സെലക്ഷൻ കിട്ടുക എന്ന് പറയുന്നത് അന്നൊക്കെ ഭയങ്കര കാര്യമാണ് കേട്ടോ. അങ്ങനെ എല്ലാ ഗേൾസിനും ഒന്നും ആ ഒരു അവസരം കിട്ടണമെന്നില്ല. കാരണം അത്രയും നന്നായിട്ട് പരേഡ് ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ നാഷണൽ ക്യാമ്പിനൊക്കെ സെലക്ഷൻ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ ആ കാര്യത്തിൽ പ്രൗഡാണ്. അവിടുന്ന് എനിക്ക് RD ക്യാമ്പിനും സെലക്ഷൻ കിട്ടിയായിരുന്നു. പക്ഷേ എനിക്ക് ഡൽഹി വെച്ചിട്ടാണ് ക്യാമ്പ്. അപ്പം എനിക്ക് അവിടം വരെ പോകാനൊട്ടും താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നൈസായിട്ട് ഞാൻ അതിൽ നിന്ന് സ്കൂട്ടാവുകയാണ് ചെയ്തത്. അന്ന് 9th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ നമ്മൾ കുഞ്ഞു കുട്ടികളല്ലേ. അപ്പോൾ എനിക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ ഡൽഹിയിൽ RD ക്യാമ്പ് വരുന്നത് ഡൽഹിയിൽ വെച്ചിട്ടാണ്. അപ്പം മലയാളികൾ ആരും കാണത്തില്ല. അതുകൊണ്ടാണ് മെയിനായിട്ടും ഞാൻ പോവാഞ്ഞത്. ഇൻ്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാതിരിക്കാൻ നമുക്ക് പറ്റത്തില്ല. കാരണം നമ്മുടെ 7 കേരള ബറ്റാലിയനിൽ നിന്ന് എനിക്കാണല്ലോ സെലക്ഷൻ കിട്ടിയത്. എനിക്ക് വേറെ ദത്ത് എന്ന് പറഞ്ഞൊരു കൊച്ചിനും കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇൻ്റർവ്യൂവിന് പോയി. എന്നിട്ട് നൈസായിട്ട് ഞാൻ പരേഡ് തെറ്റിച്ചാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ടത്. പക്ഷേ RD ക്യാമ്പൊക്കെ ചെയ്തായിരുന്നെങ്കിൽ ഡയറക്റ്റ് ആർമിയിലൊക്കെ കയറാൻ പറ്റുമായിരുന്നു. പക്ഷേ ഈ വീഡിയോ എൻ്റെ ശ്രീകുമാർ സാറ് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എനിക്ക് വഴക്ക് കേൾക്കും. കാരണം നമ്മുടെ സ്കൂളിൽ 100 പേരെ NCC കേഡറ്റ്സിനെ നിർത്തി അവരിൽ 100 പേരിൽ പരേഡ് ചെയ്തിട്ടാണ് ഞാൻ CSM ആയത്, കമ്പനി സർജൻ മേജർ. അപ്പം അത്രയും നന്നായിട്ട് പരേഡ് ചെയ്ത് ഫസ്റ്റ് റാങ്ക് ആണ് എനിക്ക് കിട്ടിയത്. അതിൻ്റെ താഴെ ഒരുപാട് റാങ്കുകളുണ്ട്. അപ്പം ഏറ്റവും നന്നായിട്ട് പരേഡ് ചെയ്യുന്ന ആളിനാണ് CSM ആവാൻ പറ്റുക. അപ്പം 100 പേരിൽ പരേഡ് ചെയ്ത് ഫസ്റ്റ് റാങ്ക് CSM കമ്പനി സർജൻ മേജർ ആയ ഒരു വ്യക്തി RD ക്യാമ്പിന് പരേഡ് തെറ്റിച്ചു, മനഃപൂർവ്വം പരേഡ് തെറ്റിച്ചു എന്ന് പറഞ്ഞാൽ ഏതൊരു സാറിനും പൊറുക്കാൻ പറ്റത്തില്ല. പക്ഷേ നമ്മുടെ സാറൊന്നും നമ്മുടെ കൂടെ നാഷണൽ ക്യാമ്പ് RD ക്യാമ്പിനൊന്നും വരാൻ പറ്റില്ല. അപ്പം മലയാളികൾ ആരും കാണത്തില്ല. അന്ന് 9th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് എന്താണേലും ടെൻഷൻ കാണും. അങ്ങനെ കരുതിയാൽ മതി. NCCയുടെ വിശേഷങ്ങളൊക്കെ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ഒരുപാട് ക്യാമ്പുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പം ഇത് പറഞ്ഞ് കഴിയും. ഇനി നമുക്ക് റെഡിയായി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി നേരെ പോവാം. NCCയുടെ വിശേഷങ്ങളൊക്കെ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോറി അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും വിശേഷങ്ങളും എല്ലാം എന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ. NCCയിൽ സെലക്ഷൻ കിട്ടുന്ന മുതൽ ഫുൾ കാര്യങ്ങൾ പറയാനുണ്ട്. അത് ഈ ഒരു വീഡിയോയിൽ ഒന്നും തീരത്തില്ല. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പോൾ ഇനി റെഡി ആയി കഴിഞ്ഞു. ഇനി ഫുഡ് കഴിക്കണം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ എപ്പോഴും സ്കിപ്പ് ചെയ്യാറാണ് പതിവ്. പക്ഷേ ഇന്ന് നമ്മൾ ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് മസ്റ്റായിട്ടും കഴിച്ചിരിക്കണം. അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ തല ഇറങ്ങി വീഴാനൊക്കെ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ അവിടെ ചെല്ലുമ്പോഴത്തേക്കും 4:30 ആവും. അതുവരെ നമുക്ക് വിശന്നിരിക്കാൻ പറ്റത്തില്ല. ട്രെയിനിലെ ഫുഡ് അങ്ങനെ വാങ്ങി കഴിക്കാനും പാടില്ലല്ലോ. അപ്പവും ചമ്മന്തിയാണ് കഴിക്കുന്നത്. ഒരപ്പം ഞാൻ കഷ്ടിച്ച് കഴിച്ചു. ഒരെണ്ണം ഞാൻ അമ്മയ്ക്ക് കൊടുത്തു കേട്ടോ. എനിക്ക് വയ്യ കഴിക്കാൻ, ഞാൻ അങ്ങനെ കഴിക്കാറില്ല. അതിനുശേഷം നമ്മൾ ഇറങ്ങി കേട്ടോ പെട്ടെന്ന് തന്നെ. ഇതാണ് സൽമ, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് കേട്ടോ. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ നിൽക്കുകയാണ്, ട്രെയിൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. സൽമ കുട്ടിക്ക് നാണമാണ് ഗൈസ്. നമ്മുടെ ട്രെയിൻ എത്തിയിട്ടുണ്ട് കേട്ടോ.
ഞങ്ങളുടെ രണ്ടുപേരെയും സ്വഭാവം ഏകദേശം സെയിമാണ് കേട്ടോ. ഞങ്ങൾക്ക് എല്ലാത്തിനും അങ്ങ് ടെൻഷനാണ്. ട്രെയിനിൽ കയറാൻ ടെൻഷനാണ്, ട്രെയിനിൽ നിന്ന് ഇറങ്ങാൻ ടെൻഷനാണ്. ഒന്നും പറയണ്ട, ചക്കിക്കൊത്ത ചങ്കരന്മാരാണ് കേട്ടോ ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി അവൾ ബിസ്ക്കറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അങ്ങനെ അങ്ങ് ബിസ്ക്കറ്റ് ഒന്നും കഴിക്കാറില്ല. ബിസ്ക്കറ്റ് എനിക്ക് അത്ര ഇഷ്ടമല്ല. പക്ഷേ മിച്ചർ, ചിപ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കഴിക്കും കേട്ടോ. എന്നാലും ഞാൻ 2 കഴിച്ചു, അവൾ കൊണ്ടുവന്നതല്ലേ. അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അടുത്തിരിക്കുന്നവരെയൊക്കെ ട്രോളി കൊതിഞ്ഞോണയൊക്കെ പറഞ്ഞിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ പറഞ്ഞ് ടോപ്പിക്കില്ലാതെ വന്നപ്പോൾ ഞങ്ങൾ എണ്ണീറ്റ് അവിടെ വന്ന് നിന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ വന്നിരുന്നു ഗൈസ്. പിന്നെ കുറച്ച് ടൈം കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഇരുന്നും നിന്നും ബോറടിക്കാൻ തുടങ്ങി. പിന്നെ ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതായി. ഞങ്ങൾ ഈ ഡോറിൻ്റെ അടുത്ത് വന്ന് നിന്നു. അതിനുശേഷം ഞങ്ങൾ വീണ്ടും പോയി ഇരുന്നു ഗൈസ്. എങ്ങനെ ഞങ്ങൾക്ക് അവിടം വരെ എങ്ങനെ എത്തിക്കാം എന്നുള്ള അവസ്ഥയായി. ഞങ്ങൾ ടയേർഡായി ഗൈസ്. ഞങ്ങളുടെ 2പേരുടെ സ്വഭാവം ഒരേപോലെയാണെന്ന് പറഞ്ഞില്ലേ. ഞങ്ങൾ 2പേരും ടയേർഡായി. പിന്നെ ഞങ്ങൾ വെളിയിലേക്കൊക്കെ നോക്കിയിരുന്നു. പിന്നത്തെ അവസ്ഥയെന്ന് വെച്ചാൽ ട്രെയിൻ ഒന്ന് നിർത്തിയായിരുന്നെങ്കിൽ കുറച്ച് നേരം പുറത്തിറങ്ങി നിൽക്കാം എന്നായി. പിന്നെ ഡോറിൻ്റെ അടുത്തൊക്കെ വന്ന് നിന്നു കേട്ടോ. ഞങ്ങൾക്ക് 2പേർക്കും ഈ ഡോറിൻ്റെ അടുത്ത് നിൽക്കാൻ പേടിയാണ്. അതുകൊണ്ട് ഞങ്ങൾ കുറച്ചിങ്ങോട്ട് മാറിയാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോഴത് ആ 2 പിള്ളേർ അവിടെ ഇരിക്കുന്നുണ്ടപ്പം ഞങ്ങൾക്കും ഇരിക്കണം എന്നൊക്കെ തോന്നി. പക്ഷെ ഞങ്ങൾക്ക് 2പേർക്കും നല്ല ടെൻഷനാണ്. പക്ഷെ തിരിച്ച് വരാൻ നേരത്ത് സൽമയുടെ അനിയത്തി ഞങ്ങളെ അവിടെ ഇരുത്തി ഗൈസ്. അപ്പം ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ടോ. ഇപ്പം ഒരു സ്റ്റോപ്പ് എത്തി. ഞാനും അവളും ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയപ്പം ഭയങ്കര എന്തോ ഒരു സമാധാനം കിട്ടി. പുറത്ത് നിൽക്കുമ്പോഴും ഉള്ളിൽ ടെൻഷനാണ്, ട്രെയിൻ ഇപ്പോൾ എടുക്കുമോ എന്ന്. അപ്പോൾ പുറത്ത് നിന്ന ചേട്ടൻ പറഞ്ഞ് ഇപ്പോഴേ എടുക്കത്തില്ല, കുറച്ച് നേരം പുറത്തൊക്കെ നിന്നോളാൻ പറഞ്ഞ്. അങ്ങനെ നമ്മുടെ സ്ഥലം എത്തി ഗൈസ്. തിരൂർ എത്തിയിട്ടുണ്ട്. ഇവിടാണ് അനിയത്തിയൊക്കെ സ്റ്റേ ചെയ്യുന്നത്. ഇവിടുന്നാണ് ഞങ്ങളിനി കോഴിക്കോട്ടേക്ക് പോകുന്നത് കേട്ടോ. ഇവിടുന്ന് ട്രെയിൻ കയറി 1 hour എങ്ങാണ്ടേ ഉള്ളൂ കോഴിക്കോട്ടേക്ക് പോവാൻ. അങ്ങനെ ഞങ്ങൾ അവളുടെ അനിയത്തി കാണാൻ വേണ്ടിയിട്ട് പോവാണ്. പാർട്ട് 2 ഇടുന്നതായിരിക്കും. ബൈ.